ഹേയ് സിനിഫേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് സിനിമ വാർത്തകളായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ സിനിമ നമ്മുടെ പുള്ളി എന്ന സിനിമയാണ്. ഈ സിനിമ സെപ്റ്റംബർ 27 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സിനിമ നമ്മുടെ കാളരാത്രി എന്ന സിനിമയാണ്. ഈ സിനിമ സെപ്റ്റംബർ 28 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമ ഒരു A സർട്ടിഫൈഡ് സിനിമയാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും സന്തോഷமான വാർത്തയാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം 100 crore വേൾഡ് വൈഡും തിയേറ്ററുകൾ ബിസിനസ്സും കൂട്ടിയാണ് 100 crores. അപ്പോൾ എന്തായാലും മോഹൻലാലിനും നമ്മുടെ സത്യനന്ദിക ടീമിന് എൻ്റെ വക കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇനി ഇതുപോലത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സൊക്കെ ഉണ്ടാവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയിലർ 2 പറ്റിയാണ്. സിനിമയുടെ റിലീസ് തീയതി നമ്മുടെ രജനീകാന്ത് പറഞ്ഞായിരുന്നു. ജൂൺ 12, 2026 സിനിമ റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് നെൽസൻ്റെ ഈ ഒരു കിടിലൻ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ കരം എന്ന സിനിമ ഇന്ന് 25 സെപ്റ്റംബർ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഏതൊക്കെ തിയേറ്ററിലാണെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമ്മുടെ ഷൈനികൻ നായകനായ ബാൾട്ടി എന്ന സിനിമ 26 സെപ്റ്റംബർ റിലീസ് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. അപ്പോൾ സിനിമയുടെ ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ പോയി ബുക്ക് ചെയ്യുക. നമ്മുടെ വിപിൻ ദാസും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുകയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയ്ക്ക് ശേഷം. അപ്പോൾ ഈ സിനിമയിൽ 60ഓളം പുതിയ ആൾക്കാരാണ് പൃഥ്വിരാജിനൊപ്പം അഭിനയിക്കണമെന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിനിമ വാർത്തകളും OTTയും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.